Toon Bells. പറഞ്ഞു. എന്തൊക്കെയുണ്ടോ മഹാരാജൻ? എനിക്ക് സുഖം തന്നെയാണ് ബില്ലു. നീ പറ, നീ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ എങ്ങനെ മറന്നു? മഹാരാജൻ, ഈ കാട്ടില് മൊത്തം അങ്ങയുടെയും മാനിന്റെയും സൗഹൃദത്തെ പറ്റിയാണ് സംസാരം. ഒരു സിംഹവും മാനും സുഹൃത്തുക്കളാകുന്നത് ചരിത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങേക്ക് അറിയില്ലേ, മാനുമായുള്ള സൗഹൃദം അങ്ങയുടെ സ്ഥാനത്തിന് തന്നെ വെല്ലുവിളിയാവുമെന്ന്? ഒരു കാട്ടിൽ സിംബ എന്ന പേരുള്ള സിംഹം താമസിച്ചിരുന്നു. സിംബ ഒരു ദിവസം അവന്റെ കാട്ടിൽ നടക്കുകയായിരുന്നു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. ഈ മഴക്കാലത്ത് പെയ്യുന്ന മഴ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. കാട്ടിലൊന്ന് കറങ്ങി നടക്കാൻ ആഗ്രഹിച്ചാ ഞാൻ, പക്ഷെ ഈ മഴ കാരണം എന്റെ മൂടെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോഴാണ് സിംബ കാണുന്നത്, മരത്തിന്റെ അടിയിൽ ഒരു മാൻ നിൽക്കുന്നു. മഴയുടെ തണുപ്പ് കാരണം അവൻ വിറയ്ക്കുകയായിരുന്നു. സിംബ ഓടിപ്പോയി മാന്റെ അടുത്ത് പോയി പറഞ്ഞു, അല്ല, നീ ആരാ? നീ എന്റെ കാട്ടിലെ മാനല്ലല്ലോ. മുമ്പിൽ സിംഹത്തെ കണ്ട് മാൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പേര് സിംഗ് എന്നാണ്. എന്റെ കാട്ടിലെ രാജാവ് പെട്ടെന്ന് അപ്രത്യക്ഷനായി. രാജാവിന്റെ അഭാവം മൂലം കാടിന്റെ സന്തുലിതാവസ്ഥ തകിടം മറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വരേണ്ടി വന്നു. സിംബ മാൻ പറയുന്ന കാര്യമെല്ലാം കേട്ട് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, സിംഗ് എന്ന പേര് സിംഹത്തിനെ ഉണ്ടാവും. നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാ സിംഗ് എന്ന പേര് നീ ഇട്ടിരിക്കുന്നത്? സിംബ പറയുന്ന കേട്ട് സിംഗ്മാൻ വിറച്ചുപോയി. അപ്പോഴേക്കും സിംബ ഒച്ചത്തിൽ ചിരിച്ചുകൊണ്ട് സിംഗ്മാനെ നോക്കി പറഞ്ഞു, എന്നെ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല സുഹൃത്തേ. ഞാൻ മറ്റുള്ള സിംഹങ്ങളെ പോലെ അല്ല. അതൊക്കെ പോട്ടെ, നിന്റെ കാട്ടിലെ രാജാവ് ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കാട്ടിൽ കഴിയാം. എൻ്റെ കൂടെ വരൂ. ഇന്നെൻ്റെ മൂഡ് വളരെ നല്ലതാണ്. സിംബ നേരെ സിംഗ്മാനെ കൊണ്ട് സ്വന്തം ഗുഹയിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം സിംഗ്മാൻ സിംഹത്തിന്റെ കൂടെ തന്നെ താമസിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ സിംബയുടെയും സിംഗിന്റെയും സൗഹൃദം കാട്ടിൽ മൊത്തം പാട്ടായി. ഒരു ദിവസം സിംഹവും സിംഗ്മാനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ ബില്ലു ചെന്നായ വന്നു. എന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞു, എന്തൊക്കെയുണ്ടോ മഹാരാജൻ? എനിക്ക് സുഖം തന്നെയാണ് ബില്ലു. നീ പറ, നീ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ എങ്ങനെ മറന്നു? മഹാരാജൻ, ഈ കാട്ടില് മൊത്തം അങ്ങയുടെയും മാനിന്റെയും സൗഹൃദത്തെ പറ്റിയാണ് സംസാരം. ഒരു സിംഹവും മാനും സുഹൃത്തുക്കളാകുന്നത് ചരിത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങേക്ക് അറിയില്ലേ, മാനുമായുള്ള സൗഹൃദം അങ്ങയുടെ സ്ഥാനത്തിന് തന്നെ വെല്ലുവിളിയാവുമെന്ന്? എനിക്ക് ചരിത്രത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എനിക്ക് ഇത്രമാത്രം അറിയാം, ഈ സിംഗ്മാൻ എന്റെ ഉറ്റ സുഹൃത്താണെന്ന്. നിനക്കിപ്പോ പോവാൻ ബില്ലു. ബില്ലു ദേഷ്യത്തോടെ അവിടെന്ന് പോയി. എന്നിട്ട് കൂട്ടുകാരൻ ടില്ലു ചെന്നയോട് പറഞ്ഞു, ആ വിഡ്ഢി സിംഹം സിംഹവർഗത്തിന്റെ തന്നെ പേര് നശിപ്പിക്കുകയാണ്. ഒരു പീറ മാനുമായുള്ള സൗഹൃദം, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാൻ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് കാട്ടിലെ മൃഗങ്ങളെയെല്ലാം സിംഹത്തിനെതിരെ തിരിക്കണമെന്നാണ്. ടില്ലു ചെന്നായ പറഞ്ഞത് കേട്ട് ബില്ലു ചെന്നായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ. എല്ലാത്തിനും ഉപരി ഇത് നമ്മുടെ കാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ടില്ലു ചെന്നായും ചിരിച്ചുകൊണ്ട് തന്നെ ബില്ലുവിനോട് പറഞ്ഞു, നീ പറഞ്ഞ ശരിയാ ബില്ലു. നമ്മുടെ രാജാവ് ഒരു പീറ മാനുമായി കറങ്ങുന്നത് നമ്മുടെ ചുറ്റുമുള്ള വനങ്ങളിലുള്ള സിംഹരാജാക്കന്മാരെ അറിയുമ്പോൾ അവരൊക്കെ നമ്മുടെ കാടിന് എന്ത് വിലയാ പിന്നെ തരുന്നത്? ടില്ലു ചെന്നായ ബില്ലുവിനോട് പതുക്കെ പറഞ്ഞു, ഇന്ന് തന്നെ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും രഹസ്യമായി വിളിച്ചു വരുത്തണം. ഞാൻ അവരോട് സംസാരിച്ചോളാം. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് സിംഹരാജന് ഒരു വാക്കുപോലും അറിയാൻ പാടില്ല. ടില്ലു ചെന്നായ ആരും അറിയാതെ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി. ബില്ലു ചെന്നായ എല്ലാ മൃഗങ്ങളെയും നോക്കി പറഞ്ഞു, കാട്ടുവാസികളെ, നിങ്ങൾക്കറിയാവുന്നതല്ലേ, നമ്മുടെ രാജാവിന്റെ ബുദ്ധി മറഞ്ഞു പോയിരിക്കുകയാണെന്നുള്ളത്. അദ്ദേഹം ഒരു പീറ മാനുമായി സൗഹൃദത്തിലാണ്. ഇത് നമ്മുടെ വനത്തിന് തന്നെ അപകടകരമാണ്. ബില്ലു ചെന്നായ പറഞ്ഞത് കേട്ട് ആന അമ്മാവൻ അവരോട് പറഞ്ഞു, കാട്ടിലെ രാജാവ് മാനിനോട് സൗഹൃദം കൂടുന്നു. അതിന് നിനക്കെന്താണ് പ്രശ്നം? നിങ്ങളുടെയൊക്കെ ചിന്തയ്ക്ക് എന്ത് പറ്റി ആനമുത്തശ്ശ? ഒരു സിംഹം മാനുമായി എങ്ങനെ സൗഹൃദത്തിലാവും? ഒരു സിംഹത്തിന്റെ സ്വപ്നം സ്വന്തം വനത്തിലായിരിക്കണം. പക്ഷെ ഇതുപോലെയൊക്കെ സിംഹം ചെയ്തു കഴിഞ്ഞാൽ അതോടെ അവന്റെ സ്വപ്നം അവസാനിച്ചു എന്നാണ്. മറ്റുള്ള കാട്ടിലെ സിംഹങ്ങൾക്ക് ഈ കാട് ആക്രമിക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. ബില്ലു ചെന്നായ പറഞ്ഞത് കേട്ട് അവിടെ നിന്ന മീനു കുറുക്കൻ ആലോചിച്ച് എല്ലാരോടും പറഞ്ഞു, എന്നാ പിന്നെ നീ തന്നെ പറ, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പിന്തുണയ്ക്കുകയും എന്നെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഞാനും സിംഹത്തിന് തുല്യനാണ്. ചെന്നായ്ക്കൾ സിംഹങ്ങളെ പോലെ മാരകവും
അപകടകരവും ബുദ്ധിശക്തിയുള്ളവരുമാണ്. ബില്ലു ചെന്നായ പറഞ്ഞത് കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും മനസ്സിലായി. പക്ഷെ ആന അമ്മാവന് ഒഴികെ. ആന അമ്മാവൻ ഓടിപ്പോയി സിംഹത്തിന്റെ അടുത്ത് പോയി. മഹാരാജൻ, അങ്ങ് ഇവിടെ നിന്ന് ഉടൻ തന്നെ പോകേണ്ടതാണ്. സിംഹ ആന അമ്മാവൻ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി. അതെന്താ അങ്ങനെ പറയുന്നത്? ഇതെന്റെ കാടാണ്. ഞാൻ എന്തിനാണ് എന്റെ കാട് വിട്ടു പോവേണ്ടത്? ആന അമ്മാവൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിംഹത്തിന്റെ അടുത്ത് പറഞ്ഞു. മഹാരാജൻ, ബില്ലു ചെന്നായ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും അങ്ങേക്കെതിരെ തിരിച്ചിരിക്കുകയാണ്. അവർ കുറച്ചു സമയത്തിനുള്ളിൽ ഒറ്റക്കെട്ടായി ഇങ്ങോട്ടേക്ക് വരും. അവരോടെല്ലാവരോടുമായി ഏറ്റുമുട്ടാൻ അങ്ങേക്കാവില്ല. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങേക്ക് നല്ലത്. ഇതെല്ലാം കേട്ട് സിംഹമാന് സങ്കടമായി. അവന്റെ കൂട്ടുകാരൻ സിംബയോട് പറഞ്ഞു. ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ കാരണമാണല്ലേ. ഞാൻ അങ്ങയുടെ സുഹൃത്തായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്നില്ല. അങ്ങ് കാട് വിട്ടു പോകേണ്ട ഒരാവശ്യവുമില്ല മഹാരാജൻ. ഞാൻ ഇപ്പൊ തന്നെ ഈ കാട് വിട്ടു പോവുകയാണ്. അരുത് സുഹൃത്തെ, ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് നിന്നാൽ ശക്തരാവുമെന്നറിയാം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഒരു സിംഹം തന്റെ അധികാരത്തിലിരിക്കുമ്പോൾ അതിനോളം വരില്ല മറ്റൊരു ശക്തിയും. എന്റെ കൂടെ വരൂ. സിംഹം ആന അമ്മാവനും കൂട്ടുകാരൻ സിംഹമാന്റെ കൂടെ അവിടേക്ക് എത്തും. അവിടെ എല്ലാ മൃഗങ്ങളും ടെല്ലും ബില്ലും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സിംബ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഞാൻ ഈ സിംഹമാനുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നതിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഒരു സിംഹവും മാനും സൗഹൃദത്തിലാവാൻ പാടില്ലേ? സിംബ പറഞ്ഞത് കേട്ട് ബില്ലു ചെന്നായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്തിനാ അവരോടൊക്കെ സംസാരിക്കുന്നത്? എന്നോട് സംസാരിക്കേ. ബില്ലു ചെന്നായ പറയണത് കേട്ട് സിംബയ്ക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു. ഞാൻ എന്റെ കാട്ടിലെ എന്റെ പ്രജകളോടാണ് സംസാരിക്കുന്നത് ബില്ലു ചെന്നായേ, നിന്നോടല്ല സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ രാജാവാണ്. നിങ്ങൾ രാജാവാണെന്നല്ല, നിങ്ങൾ രാജാവായിരുന്നു. നിങ്ങൾക്കറിയില്ലായിരിക്കാം, ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്നെ രാജാവായി അവരോധിച്ചിരിക്കുകയാണ്. ബില്ലു ചെന്നായ പറയുന്നത് കേട്ട് സിംഹത്തിന് ദേഷ്യം കൂടി വന്നു. നീ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത് ബില്ലു? നീ ഈ കാട്ടിലെ രാജാവാകുന്നതിന് മുൻപ് എന്നോട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. സിംഹം ഇത്രേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. സിംഹമാൻ സിംബയോട് പറഞ്ഞു. മഹാരാജൻ, അങ്ങ് ഒരിക്കലും ഈ ചെന്നായുമായി യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യകതയുമില്ല. ഈ ചെന്നായ്ക്ക് ഞാൻ മതിയാവും. ഞാൻ ഇവനോട് യുദ്ധം ചെയ്യാം. ഇത് കേട്ട് സിംഹവും എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ബില്ലു ചെന്നായ ചിരിച്ചുകൊണ്ട് സിംഹമാനെ നോക്കി പറഞ്ഞു. എന്റെ വളരെ മോശം ദിവസമാണല്ലോ ഇന്ന്. ഒരു മാനുമായിട്ടാണല്ലോ എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്. ഞാൻ നിന്നെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ്. യുദ്ധത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ നിനക്കെന്റെ മാംസം കഴിക്കാവുന്നതാണ്. സിംഹമാനെ ഒരുപാട് തടയാൻ ശ്രമിച്ചു. പക്ഷെ സിംഹമാൻ വിസമ്മതിച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോ സിംഹമാനും ബില്ലു ചെന്നായും തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധം കണ്ടുകൊണ്ടിരുന്ന എല്ലാ മൃഗങ്ങളും ഞെട്ടിത്തെറിച്ചു പോയി. സിംഹമാൻ വളരെ എളുപ്പത്തിൽ ബില്ലു ചെന്നായെ തോൽപ്പിച്ചു. ബില്ലു ചെന്നായ ദേഷ്യത്തോടെ പറഞ്ഞു. നീ വെറും സാധാരണ മാനല്ലേ, എന്നിട്ടും നിനക്ക് ഇത്ര ശക്തി എവിടെ നിന്ന് കിട്ടി? ബില്ലു ചെന്നായത്രേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നിറങ്ങളുള്ള കിരണങ്ങൾ വന്ന് സിംഹമാൻ ഒരു സിംഹമായി മാറി. ഇത് കണ്ട് എല്ലാരും വീണ്ടും ഞെട്ടിപ്പോയിരുന്നു. അല്ല, ഇതെന്ത് അത്ഭുതമാണ്! നീ എങ്ങനെ ഒരു സിംഹമായി മാറി? അപ്പോഴേക്കും നിറങ്ങളുള്ള കിരണങ്ങൾ വന്ന് ഒരു സാധു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സിംബയോട് പറഞ്ഞു. നിന്റെ സുഹൃത്തായ മാൻ ഒരു സിംഹമായിരുന്നു സിംബ. എന്റെ ശാപം കാരണമാണ് മാനായത്. അവൻ സിംഹമായിരുന്നപ്പോൾ നിരപരാധിയും ദുർബലരുമായ മൃഗങ്ങളെ കൊല്ലാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ ശപിച്ച് ഒരു ദുർബലനായ മൃഗമായി മാറ്റിയത്. അപ്പോഴേ അവൻ അറിയാൻ കഴിയൂ ഒരു ദുർബല മൃഗത്തിന്റെ വികാരം എന്താണെന്നുള്ളത്. ഒരു മാനായതിനു ശേഷം അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മാനിന്റെ രൂപത്തിൽ നിന്ന് ശക്തനായൊരു എതിരാളിയുമായി ഏറ്റുമുട്ടി കഴിയുമ്പോൾ നിനക്ക് നിന്റെ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് സാധു അവിടുന്ന് അപ്രത്യക്ഷമായി. സിംബ മറ്റേ സിംഹത്തിനെ നോക്കി പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാണ് സിംഗ് മാൻ എന്ന് പേരിട്ടതെന്ന്. കാരണം യഥാർത്ഥത്തിൽ നീ സിംഗ് തന്നെയാണല്ലോ. മാത്രമല്ല, നീ അന്ന് എന്നോട് പറഞ്ഞ കാടിന്റെ കാര്യം അവിടുത്തെ രാജാവ് നീ തന്നെ ആയിരുന്നല്ലേ? മറ്റേ സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനിപ്പോൾ എന്റെ കാട്ടിലേക്ക് പോവുകയാണ്. എങ്കിലും നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഭദ്രമായി നിലനിൽക്കും. സിംഹം അവന്റെ കാട്ടിലേക്ക് പോയി. സിംഹം ടില്ലു ചെന്നായും ബില്ലു ചെന്നായും അടിച്ചോടിച്ചു ആ കാട്ടീന്ന്.